വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ശ്രീ വിമോചകനായ ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിക്കാനാണ്. അലൈഹി സ്വലമയെ കുറിച്ച് എത്ര പറഞ്ഞാലും എഴുതിയാലും മതി വരികയില്ല. അത്രയേറെ എഴുതാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനുമുണ്ട്. ഒരിക്കൽ ഷാമിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നവരെയെല്ലാം പിടിച്ചുകൊടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ അതിൽ അലി ഇബ്നു ഹാത്തിമിൻ്റെ സഹോദരി ഉണ്ടായിരുന്നു. ആരാണ് അലി ഇബ്നു ഹാത്തിം? ഹാത്തിം മുത്തായിയുടെ മകൻ. അറബ് ലോകത്ത് അറിയപ്പെട്ട ഉദാരമതി. പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉദാരമായി സംഭാവന നൽകിയ അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അലി ഇബ്നു ഹാത്തിം. അദ്ദേഹത്തിൻ്റെ പെങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് അലി ഇബ്നു ഹാത്തിം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അലി ഇബ്നു ഹാത്തിമിൻ്റെ സഹോദരി മുന്നോട്ട് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹലക്കൽ വലദുൽ ആബലു വാഫിദുസ് സമനു അലയ്യ മന്നല്ലാഹു അലി. ഞാൻ ഷാമുകാരിയാണ്. എൻ്റെ മക്കളെല്ലാം യുദ്ധത്തിൽ മരിച്ചുപോയി. എന്നെ സംരക്ഷിക്കേണ്ട ആളോ അദ്ദേഹം എന്നെ വിട്ട് ഓടിപ്പോവുകയും ചെയ്തു. എന്നോട് കാരുണ്യം കാണിക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ, നിന്നെ വിട്ട് ആരാണ് ഓടിപ്പോയതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോൾ അലി ഇബ്നു ഹാത്തിമാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വേണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയവനാണോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല, ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസവും ഈ പിടിച്ചു കൊണ്ടുവന്ന അടിമകൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ സ്ത്രീ ആ ചോദ്യം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ മുന്നോട്ട് പോയി. മൂന്നാമത്തെ ദിവസം ചോദിക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നൊരു സഹാബത്ത് പറഞ്ഞു, ഇപ്പോൾ ചോദിച്ചുകൊള്ളൂ, ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി വീണ്ടും ആ ചോദ്യം തന്നെ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പറഞ്ഞു, നീ ധൃതി കാണിക്കരുത്. നിനക്ക് വിശ്വാസമുള്ള ആളുകൾ ഇവിടെ നിന്ന് നിൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിനക്ക് അവരുടെ ഒപ്പം പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിനക്ക് പോകാം. അത്ര കാരുണ്യവാനാണ് ലോകത്തിൻ്റെ നേതാവ്. അതുകൊണ്ടാണല്ലോ ഡോക്ടർ ബർണാഡ് ഷാ അദ്ദേഹത്തെ നോക്കി പറഞ്ഞത് ഒരു മാനവികതയുടെ സേവകൻ. ബർണാഡ് ഷായാണ് പറഞ്ഞത് ഒരു മാനവികതയുടെ സേവകനെന്ന്. അങ്ങനെ ഒരു ദിവസം ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവിനെയും എൻ്റെ സഹോദരനെയും അറിയുന്ന ഒരു കൂട്ടം ആളുകൾ എൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു അടിമ മോചിതയായി പോകുമ്പോൾ മോചനദ്രവ്യം കൊടുക്കണം. പക്ഷേ ലോകത്തിൻ്റെ നേതാവ് ഇവൾക്ക് ഭക്ഷണവും ഇവൾക്ക് വസ്ത്രവും പോകാനുള്ള ഒരു ഒട്ടകത്തെയും നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ യാത്രയച്ചു. അങ്ങനെ അലി ഇബ്നു ഹാത്തിം തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിരിക്കുമ്പോൾ അവിടുന്ന് ഒട്ടകം വരുന്നുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, അതെൻ്റെ പെങ്ങളായിരുന്നുവെങ്കിൽ. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതെൻ്റെ പെങ്ങളാണെന്ന്. തൻ്റെ സഹോദരി തൻ്റെ അടുക്കൽ വന്ന് എന്നെ കുറേ ചീത്ത പറഞ്ഞു. പക്ഷേ ഞാൻ അവളെ സമാധാനിപ്പിച്ചിട്ട് അവളോടൊരു കാര്യം ചോദിച്ചു. മാ തറൈനാ ഫിൽ അംരി റജുലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയെക്കുറിച്ച് പെങ്ങളെ എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. ആരാണ് മുഹമ്മദ്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു. അപ്പോഴും അലി ഇബ്നു ഹാത്തിമും തൻ്റെ സഹോദരിയും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ തൻ്റെ പെങ്ങൾ പറഞ്ഞു, ലോകത്തിൻ്റെ നേതാവ് വഫാത്താകുന്നതിന് മുമ്പ് ഒന്ന് പോയി കാണണം. താങ്കൾക്കൊരു പ്രവാചകനായി അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു രാജാവായി പോയി അദ്ദേഹത്തെ കാണണം. കാരണം തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നിട്ട് പോലും എനിക്ക് ഭക്ഷണവും പോകാനുള്ള ഒട്ടകവും വസ്ത്രവും വാങ്ങിത്തന്ന കാരുണ്യവാൻ, സ്ത്രീയുടെ വിമോചകൻ, താങ്കൾ അദ്ദേഹം വഫാത്താകുന്നതിന് മുമ്പ് ഒന്ന് പോയി അദ്ദേഹത്തെ കാണണം. അലി ഇബ്നു ഹാത്തിം ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട് അലി ഇബ്നു ഹാത്തിം. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ കഅബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹ കയ്യിൽ വെച്ചിരുന്ന കാലഘട്ടം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് ചോദിക്കുന്നുണ്ട്, ആ താക്കോൽ എനിക്കൊന്ന് തരുമോ എന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ തരില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരിക്കൽ അതെൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. മക്ക വിജയ സമയത്ത് ആ താക്കോൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലാണ്. എല്ലാവരും ചിന്തിക്കുകയാണ്, ആ താക്കോൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് തന്നിരുന്നെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു പരസ്യമായി പറയുക തന്നെ ചെയ്തു, അതൊന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ ലോകത്തിൻ്റെ നേതാവ്
ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചിട്ട് ആ തോക്കോൽ, കൗബയുടെ താക്കോൽ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതൊരു പ്രതികാരം തന്നെ എന്ന് പറയാം. ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖിനെ കുറിച്ച് എത്ര പഠിച്ചാലും പറഞ്ഞാലും തീരുകയുമില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.